ഒരു വിറ്റാർക്കിന്റെ ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് കട്ടൺ വാള് അതിന്റെ മുള്ളിൻ സൈസ് എങ്ങനെ മാറ്റുന്നു, കട്ടൺ വാൾ എങ്ങനെ വരയ്ക്കുന്നു, അതിന്റെ പാനൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, കളർ ചേഞ്ച് ചെയ്യുന്നു, മുള്ളിന്റെ തിക്നെസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, പാനലിന്റെ ഗ്ലാസ് തിക്നെസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ വാളിന്റെ മെറ്റീരിയലൊക്കെ എങ്ങനെ എടുക്കാം, അതിന്റെ ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് ബ്ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കട്ടൺ പാനൽ, കട്ടൺ വാളിന് വേണ്ടി നമ്മളിത് എടുത്തു. ആർക്കിടെക്ചർ കട്ടൺ വാള് മേടിച്ചു. 2 മീറ്ററിന്റെ ഒരു വാള് മേടിച്ചു. ഓക്കെ, എന്നിട്ട് സൗത്ത് എലിവേഷന് വരിക. ഓക്കെ, ഇതിന്റെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ആർക്കിടെക്ചർ കട്ടൺ ഹൊറിസോണ്ടൽ ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിന് മുള്ളിയും കൊടുക്കാൻ വേണ്ടി വീണ്ടും ആർക്കിടെക്ചർ സ്ട്രക്ചറിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ആർക്കിടെക്ചർ വരിക. മുള്ളിയന്റെ സൈസാണ് കിടക്കുന്നത്. ഇതാണ്, ഇതിനകത്ത് പല സൈസ് മെത്തേഡുണ്ട്. ഇതുണ്ട് മുള്ളിന്റെ സൈസ്. 33 സെന്റിമീറ്റർ സ്ക്വയർ എടുക്കുക. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, 3D വ്യൂ വന്ന് നോക്കുക. ഇത് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം മിഡിൽ വന്നു. നമുക്ക് ഇപ്പം മിഡിൽ വേണ്ട, കുറച്ച് ഇപ്പം ഇതിന്റെ തിക്നെസ് ഒക്കെ ഗ്ലാസിന്റെ ഇത് തിക്നെസ് മാറ്റാൻ വേണ്ടി വീണ്ടും എഡിറ്റ് ടൈപ്പ് വരിക. നമുക്ക് പൊസിഷൻ മാറ്റണമെങ്കിൽ മാറ്റാം. 2 ആക്കുക, അപ്ലൈ ചെയ്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ എഡ്ജ് വന്നു. ഓക്കെ, ഞാൻ പുറത്തോട്ട് മതിയെങ്കിൽ 5 ആക്കുക. പുറത്ത് പോയി. ഓക്കെ, നമുക്ക് 0 തന്നെ കിടക്കട്ടെ. മിഡിൽ വന്നോളൂ 0. ഓക്കെ, തിക്നെസ് 0.12 ആക്കുക. തിക്നെസ് മാറി. ഓക്കെ, എല്ലാം ഓട്ടോമാറ്റിക് എല്ലാം മാറി. ഓക്കെ, മുള്ളിന്റെ സൈസും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി മുള്ളിനെ പ്രസ് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ടൈപ്പ് തിക്നെസ് 3 ആക്കുക. അപ്ലൈ ചെയ്യുക. ചെറുതായി മിഡിലിൽ നിന്ന് ലെഫ്റ്റിന്റെ റൈറ്റിലോട്ടുമാണ്. അതാണ് 0.2. ഓക്കെ, നമുക്ക് 1.5 സോറി 0.015. ഓക്കെ, അപ്ലൈ കൊടുക്കുക. ചെറുതായി എല്ലാ മുള്ളിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മാറിയിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട ഒരു കട്ടൺ പാലിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി 3D വരിക. ഈ മിഡിലുള്ള കട്ടൺ പാൽ ഉടൻ പാനലാക്കാൻ വേണ്ടി ടാബ് പ്രസ് ചെയ്യുക. ടാബ് പ്രസ് ചെയ്താൽ മാത്രമേ ഉടൻ ഈ ഗ്ലാസ് പാനൽ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതായത് കാണാൻ പറ്റും. സിസ്റ്റം പാനൽ ഗ്ലാസ്സിൽ എഡിറ്റ് ടൈപ്പ് വരിക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇവിടെ പേര് കൊടുക്കുക. ഉടൻ. ഓക്കെ, ഈ മെറ്റീരിയൽ ചേഞ്ച്, ക്ലാസ് ചേഞ്ച് ടു. ഓക്കെ, വേറെ ഉടൻ ഇത് കൊടുക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക് ഇവിടെ വന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. മാറിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പാനൽ ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കട്ടൺ വാൾ കൊടുക്കുന്നത്, തിക്നെസ് മാറ്റുന്നത്. ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.